കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും വരും ദിവസങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് തുടരും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, US, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുടെ മീറ്റിംഗ് ഔട്ട്കം വരുന്ന പശ്ചാത്തലത്തിലായിരിക്കും മാർക്കറ്റിൽ നിന്നും ഒരു കോഷ്യസ് അപ്രോച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 21,850, 21,900 തുടങ്ങിയ ലെവലുകൾ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടും 22,000, 22,180, 22,300 തുടങ്ങിയ ലെവലുകൾ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസുമായും പ്രവർത്തിക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാന സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ആദിത്യ ബിർള സൺ ലൈഫ് AMC. ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ OFS അതായത് ഓഫർ ഫോർ സെയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഓഫർ ഫോർ സെയിലിൽ കമ്പനി ഡിസ്കൗണ്ട് റേറ്റിൽ അതിൻ്റെ സ്റ്റോക്കുകൾ വിറ്റഴിക്കപ്പെടും. ആദിത്യ ബിർള AMC 480 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഓഫർ ഫോർ സെയിൽസ് കൊണ്ടുവന്നിരിക്കുന്നത്. മാർച്ച് 19 നോൺ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനും മാർച്ച് 20 റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനും ഈ ഓഫർ ഫോർ സെയിലിൽ പങ്കെടുക്കാം. ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ 7% ഇക്വിറ്റി ഷെയറുകൾ അതായത് 2,66,000 ഇക്വിറ്റി ഷെയറുകളായിരിക്കും ഈ OFS വഴി വിറ്റഴിക്കുക. IT സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് നാസ്ഡാക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്. ഇന്ന് IT സെക്ടറിലെ സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എൻഡ് ടു എൻഡ് IT സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ സർവീസ് പ്രൊവൈഡർ കമ്പനിയുമായി സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി ഡേറ്റ ഒപ്റ്റിമൈസേഷനും കോസ്റ്റ് എഫിഷ്യൻസിക്കും വേണ്ടി ജോയിൻറ്റ് വെഞ്ചറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ജോധ്പൂർ വിദ്യുത് വിതരൺ നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും സോളാർ ബിസിനസ്സുകളിലേക്കുള്ള ഇൻഫ്ര പ്രോജക്റ്റിൻ്റെ ഭാഗമായി 1,026 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് RPP ഇൻഫ്ര പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് 94 കോടി രൂപയുടെ ഒരു ഓർഡർ നൽകിയിട്ടുണ്ട്. RCC ഡ്രെയിൻ, മൈനർ ബ്രിഡ്ജസ്, പൈപ്പ്, കോസ്വേ, സ്ട്രീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എന്നിവ നടത്തുന്നതിനു വേണ്ടിയാണ് RPP ഇൻഫ്ര പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാടിൽ നിന്നും 95 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. വേരിറ്റാസ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ബ്രഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും വേരിറ്റാസ് ഇന്ത്യ എന്ന കമ്പനിക്ക് 185 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ, ജിയോ സ്പേഷ്യൽ പ്രോജക്റ്റ് എന്നിവയ്ക്ക് ആവശ്യമായ ഇംപ്ലിമെൻറ്റേഷനായിട്ടാണ് വേരിറ്റാസ് ഇന്ത്യ എന്ന കമ്പനിക്ക് 185 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഓട്ടോ ഡീലർ കമ്പനിയായ പോപ്പുലർ വെഹിക്കിൾ ആൻഡ് സർവീസ് എന്ന കമ്പനി ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുകയാണ്. 295 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി IPO കൊണ്ടുവന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്